ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് മീ വിത്ത് മല്ലു. എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഒരു ഫ്ലാഷ് ബാക്ക് ആയിരിക്കും കാണിക്കുക. ഫ്ലാഷ് ബാക്കിൽ വാൾമറിയ തകർന്നതിന് ശേഷം ജീവിച്ചിരുന്ന ജനങ്ങളെല്ലാവരും ഇപ്പോൾ വാൾ സേനയിലേക്ക് പലായനം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ജനങ്ങളെല്ലാവരും പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ദുരിതത്തിലും വലഞ്ഞിരിക്കും. ആ സമയത്ത് നെഞ്ചോട് ചേർത്ത് വെച്ച ഒരു കത്തി, അതുമായിട്ടൊരു കുട്ടിയാണെങ്കിൽ വിളിച്ചു പറയും, തീർച്ചയായിട്ടും ടൈറ്റൻസിനെ തോൽപ്പിച്ച് വാൾമറിയ ഞാൻ തിരികെ പിടിക്കും. കട്ട് ചെയ്ത ആ കുട്ടി ഇപ്പൊ പ്രസന്റിൽ വലിയ ടൈറ്റനെ അങ്ങനെ വെട്ടിയെറിയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ പ്രസന്റ് കാണിക്കും. ഇതിന് പോകാനായി ക്യാപ്റ്റൻ ലീവായും ടീമും നമ്മുടെ ആൾക്കാരും എല്ലാവരും റെഡിയായി രാത്രിയിൽ ആ കാട്ടിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നാണെങ്കിൽ എല്ലാവരോടും പറയും, നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ഇങ്ങനെയുള്ള സമയത്ത് ചിലപ്പോൾ നമ്മുടെ ശത്രുക്കൾ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞ് മുൻപോട്ടേക്ക് നോക്കുമ്പോഴായിരിക്കും വലിയൊരു ടൈറ്റൻ. ഇന്നാണെങ്കിൽ ഭയന്ന് എല്ലാവർക്കും ആ ഒരു ടൈറ്റനെ കാണിച്ചു കൊടുക്കുകയാണ്. ഉടനെ കണ്ണാടിപ്പെണ്ണാണെങ്കിൽ അവനോട് പറയും, ഭയപ്പെടേണ്ട ആവശ്യമില്ല, രാത്രിയിൽ സഞ്ചരിക്കാൻ കഴിയാത്ത ആ പഴയ ടൈറ്റനാണ്, അതൊന്നും ചെയ്യാൻ പോകുന്നില്ല, നമുക്ക് എത്രയും വേഗം മുൻപോട്ടേക്ക് നടക്കണമെന്ന് പറയും. പക്ഷേ അവരുടെ ഭയം അത് കൂടി വരികയാണ്. നമ്മൾ ഈ ഒരു ദിവസം തെരഞ്ഞെടുത്തത് വളരെ നന്നായി. കാരണം ഇന്ന് അമാവാസിയാണ്. ചന്ദ്രൻ ഇന്ന് പൂർണ്ണമായിട്ടും അതിന്റെ പ്രകാശം ക്ഷയിച്ചു പോകുന്ന ദിവസം. സൂര്യനിൽ നിന്ന് ചന്ദ്രൻ ഒരു ശക്തിയും വെളിച്ചവും നിലാവായിട്ട് കൊടുക്കുന്നു. ആ നിലാവിൽ സഞ്ചരിക്കാൻ കഴിവുള്ള ടൈറ്റൻസ് ആണ് ഇപ്പോഴുള്ളത്. അവറ്റകൾ ഈ സമയത്ത് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇന്ന് അമാവാസി ആയതുകൊണ്ട് നമുക്കതും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഹാൻജി ആണെങ്കിൽ ശരിക്കും സത്യത്തില് ആ കണ്ട ടൈറ്റന് നിലാവിൽ സഞ്ചരിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. അങ്ങനെ ഒന്നിനെ കിട്ടുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. എനിക്ക് ഒരുപാട് റിസർച്ച് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് അവൾ അങ്ങനെ ചിരിക്കും. ഇവിടെ എറിന്റെ ഭയം കൂടും, അവന്റെ കൈ വിറയ്ക്കും. ഓ നോ, ഞാൻ എന്തിനാ ഇപ്രകാരം ഭയപ്പെടുന്നത്? മനുഷ്യരുടെ പ്രതീക്ഷ അത് മുഴുവൻ എന്നിലാണ്. മനുഷ്യരുടെ മാത്രമല്ല, ടീമും എന്നിലൊരു വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട്. ഒരു കാരണവശാലും ഞാൻ ആ പ്രതീക്ഷ അത് നശിപ്പിക്കാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞ് മുൻപോട്ടേക്ക് പോകും. ഉടനെ ആർമിനാണെങ്കിൽ അവന്റെ കൈ പിടിച്ച്, എന്റെ കൈ എന്താ വിറയ്ക്കുന്നേ, നിനക്ക് ഭയമുണ്ടോ ചോദിക്കും. അവൻ പറയും, അയ്യോ ഇല്ല, എനിക്ക് പേടിയൊന്നുമില്ല, തണുപ്പ് കാരണമാണ് എന്റെ കൈ വിറയ്ക്കുന്നത്. ആർമിൻ പറയും, എന്റെ കൈ വിറയ്ക്കുന്നില്ലല്ലോ, എനിക്കങ്ങനെ ഒരുപാട് തണുപ്പ് അത് അനുഭവപ്പെടുന്നുമില്ല. സത്യത്തിൽ ടൈറ്റനെ എനിക്ക് ആദ്യം വലിയ ഭയമൊന്നും തോന്നിയിരുന്നില്ല. നീയാണ് അത്രയും വലിയ ടൈറ്റന്റെ കയ്യിൽ നിന്ന് ആദ്യം എന്നെ രക്ഷിച്ചത്. ആ സമയത്താണ് എനിക്ക് ഭയം ശരിക്കും തോന്നിയത്. നിന്നെ കൊണ്ട് എങ്ങനെയാണ് അന്ന് ധൈര്യപൂർവ്വം എന്നെ രക്ഷിക്കാനായിട്ട് സാധിച്ചത്? അതിനെറും പറയും, വർഷങ്ങൾക്ക് മുൻപ് നീ എനിക്ക് ആ പുസ്തകം കാണിച്ചെന്ന ഓർമ്മയുണ്ടോ? നിന്റെ കണ്ണുകളിലൂടെ ഇതിന് പുറത്തുള്ള ആ കാഴ്ചകൾ അത് ഞാൻ കാണുകയായിരുന്നു. ആ വിശാല ലോകം അത് ഞാൻ മനസ്സിലാക്കി. മതിലുകൾക്കുള്ളിൽ തളയ്ക്കപ്പെട്ട് ജീവിക്കുന്ന നമ്മുടെ വിധിയെക്കുറിച്ച് ഓർത്ത് ഞാൻ വിഷമിച്ചു. നമ്മുടെ സ്വാതന്ത്ര്യം അത് മാത്രമായി എന്റെ ലക്ഷ്യം മാറിയപ്പോൾ എന്റെ ഭയം അത് പതിയെ ഇല്ലാതാവാൻ തുടങ്ങിയെന്ന് പറയുന്ന അതേ നിമിഷം തന്നെ ഇപ്പോൾ എറിന്റെ ഭയം അതങ്ങനെ കുറഞ്ഞു വരികയാണ്. ആർമിനാണെങ്കിൽ എറിനോട് പറയും, അടുത്ത വർഷം ഇതേ സമയം മതിലുകൾക്ക് പുറത്തുള്ള വലിയ ബീച്ചിൽ നമ്മൾ രണ്ടുപേരും ഇരിക്കും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അത് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് കാണുകയെന്ന് ആർമിൻ ഇപ്പോൾ അവനോട് പറയും. അവരങ്ങനെ പറഞ്ഞ് സിഗാഷ്ണ നഗരത്തിന്റെ ആ വലിയ മതിലിനടുത്തേക്ക് വരും. അങ്ങനെ ഒരു വിധത്തില് നമ്മൾ നമ്മളുടെ ഗ്രാമത്തിലേക്ക് മടങ്ങി എത്തിയിരിക്കുന്നു, സിഗാഷ്ണ നഗരം. സോ എത്രയും വേഗം നമ്മുടെ അറ്റാക്ക് അത് ആരംഭിക്കണമെന്ന് പറയും. ക്യാപ്റ്റൻ എർവിൻ സ്മിത്ത് ആണെങ്കിൽ എല്ലാവരോടും 3D ഗിയറിലേക്ക് മാറാനായിട്ട് പറയും. ആണെങ്കിൽ ആ കുതിരകൾ ഉപയോഗിച്ച് അങ്ങനെ മതിലിന് നേരെ പാഞ്ഞട്ടുക്കും. ഇവത്തും പുറത്തുമുള്ള ആ മതിലുകളുടെ ഗേറ്റ് അത് നമ്മൾ ക്ലോസ് ചെയ്യണം. അതിനുശേഷം മതിലിനകത്തുള്ള ടൈറ്റൻസിനെ ആദ്യം അറ്റാക്ക് ചെയ്യണം. അവരുടെ ലക്ഷ്യം എങ്ങനെയെങ്കിലും ഏറിനെ തട്ടിയെടുക്കുക എന്നതായിരിക്കും. 100ഓളം പേക്കോപ്സ് ഉള്ളതുകൊണ്ട് തന്നെ അത്ര എളുപ്പത്തിൽ ഏറിനെ കണ്ടുപിടിക്കാനായിട്ട് അവറ്റകൾക്ക് സാധിക്കില്ല. ആ ഗ്യാപ്പിൽ പുറത്തുള്ള ഗേറ്റ് കൂടെ നമ്മൾ അടയ്ക്കും. അവരാണെങ്കിൽ ഞൊട്ടിയിടയിൽ ആ മതിലിന് മുകളിലേക്ക് ചാടി വരികയാണ്. എറിനാണെങ്കിൽ അവന്റെ ആ നഗരത്തിലേക്ക് നോക്കും. ലീവായി വിളിച്ചു പറയും, നിൽക്കാനായിട്ട് പാടില്ല, എത്രയും വേഗം പുറത്തെ മതിലിലേക്ക് നമ്മൾ പോകണം. ആർമിനാണെങ്കിൽ ആ മതിലില് ആരോ എന്തോ കത്തിച്ച പോലുള്ള ഒരു അടയാളം കാണും. ബെർണോൾഡും റെയ്നറും അവർ രണ്ടുപേരും ഇവിടെ അടുത്ത് എവിടെയോ ഉണ്ടെന്ന് അവൻ പറയും. എറിനാണെങ്കിൽ ഇപ്പൊ മിക്കാസിയോട് പറയും, നമുക്കെല്ലാം നഷ്ടപ്പെട്ട ആ ഒരു സ്ഥലം അതിവിടെയാണ്, ഇവിടെ എവിടെയോ നശിച്ചുപോയ എന്റെ വീടുണ്ടെന്ന് പറയും. ഉടനെ മിക്കാസയാണെങ്കിൽ ഉറപ്പായാലും ഇതെല്ലാം തന്നെ തിരികെ പിടിക്കുമെന്ന് അവനോട് പറയുകയാണ്. കണ്ണാടിപ്പെണ്ണാണെങ്കിൽ ചുറ്റും നോക്കും, അവിടെ എവിടെ ഒരു ടൈറ്റനെ പോലും കാണാനില്ല. സേഫ് ആണെന്ന് മനസ്സിലാക്കി ആ കാര്യം എല്ലാവരും അറിയിക്കാൻ അവളാണെങ്കിൽ സിഗ്നൽ കൊടുക്കുകയാണ്. പിന്നാണെങ്കിൽ ഉറപ്പായാലും ഞാനത് സോൾവ് ചെയ്യുന്നു പറഞ്ഞ് ടൈറ്റനായി മാറി അവന്റെ ഹാർണിംഗ് പവർ ഉപയോഗിച്ച് മതിലിന് പുറത്തുണ്ടായിരുന്ന ദ്വാരം അടയ്ക്കാനായി ശ്രമിക്കുകയാണ്. അപ്പൊ ദൂരത്തായിട്ട് ഏതോ ഒരു കോണില് നെറും ബെർണോൾഡും അവർ ഈ കാഴ്ചയെല്ലാം കണ്ട് അവരുടെ അവസരത്തിന് വേണ്ടി അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഹാർണിംഗ് പവറിൽ നിന്ന് മിക്കാസയാണെങ്കിൽ ഇപ്പൊ അവനെ പുറത്തേക്ക് കൊണ്ടുവരും. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നിന്റെ 3D ഗിയർ അത് സേഫ് അല്ലേന്ന് ചോദിക്കും. അതിനവൻ പറയാം, അതെ, പക്ഷെ എന്റെ ഹൂഡി എനിക്ക് നഷ്ടപ്പെട്ടു. അവളാണെങ്കിൽ അവളുടെ ഹൂഡി ഇപ്പൊ അവന് കൊടുക്കുകയാണ്. ഇനി അകമതിലിന്റെ ആ ഒരു ഗേറ്റ് അടയ്ക്കണമെന്ന് പറഞ്ഞ് അവരതിന് തയ്യാറാവും. നമ്മളെല്ലാവരും മുഖം മറച്ചു വേണം അവിടേക്ക് പോകാനെന്ന് കണ്ണാടിപ്പെണ്ണ് പ്രത്യേകം അവർ ഓർമ്മിപ്പിക്കും. എറിനാണെങ്കിൽ ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നും. ചുരുങ്ങിയ സമയം കൊണ്ട് ഹാർണിംഗ് പവർ ഉപയോഗിച്ച് അവൻ ആ ഗേറ്റ് അടയ്ക്കാൻ സാധിച്ചു.
അതുകൊണ്ട് ലീവായി ആണെങ്കിൽ അവനോട് പറയും ഒന്നും അവസാനിച്ചിട്ടില്ല. ഇതിരുകളിലെ ദ്വാരം അടച്ചതിന് ശേഷം ബെർണോൾഡിനെയും റെയ്നറിനെയും ഒക്കെ ഇല്ലാതാക്കണം. എങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ടും നമുക്ക് ഇവരെ തകർക്കാനായിട്ട് കഴിയൂ. ഇവിടെ എർവിൻ സ്മിത്തിനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. വലിയൊരു അപകടം പതിയിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ആണെങ്കിൽ ഇപ്പൊ ടൈറ്റൻസിനെയോ അത്തരത്തിലുള്ള അപകടകാരികളായിട്ടുള്ള ആരെയും കാണാനുമില്ല. ആർമിൻ കണ്ട ആ ചാരം അതൊരിക്കലും വെറുതെ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശത്രുക്കൾ എവിടെയോ പതിയിരിപ്പുണ്ടെന്ന് എർവിൻ പറയും. ആണെങ്കിൽ ഉടനെ 3 ചായ കപ്പുകളുമായിട്ട് ഇപ്പോ എർവിൻ സ്മിത്തിന്റെയും അതുപോലെ ലീവായുടെയും മുൻപിലേക്ക് വരും. ഇത് 3 കപ്പുകളുണ്ട്. 3 പേര് ചായ കുടിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ കപ്പുകൾ 3ഉം നന്നായിട്ട് തണുത്തിരിക്കുകയാണ്. സോ അതിനർത്ഥം അവരിതിൽ ചായ കുടിച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞു. എർവിൻ സ്മിത്ത് ആണെങ്കിൽ ഷോക്കാവും. നമ്മളിവിടേക്ക് വന്നത് വളരെ രഹസ്യമായിട്ടാണ്. നമ്മളിവിടേക്ക് വരുന്നത് അവർക്കറിയാനായിട്ട് ചുരുങ്ങിയാൽ 2 മിനിറ്റ് മാത്രമേ ലഭിക്കൂ. അതിനുള്ളിലെ അവർക്ക് ഒടിക്കാനായിട്ട് കഴിയൂ. അങ്ങനെ നോക്കിയാൽ ഈ കപ്പിലെ ചൂട് അത് തണുക്കാൻ സമയമായിട്ടില്ല. അതിനർത്ഥം ഇവിടേക്ക് വരുന്ന കാര്യം നേരത്തെ മനസ്സിലാക്കി മിനിമം ഒരു 5 മിനിറ്റ് മുൻപെങ്കിലും അവരിവിടുന്ന് സേഫായ സ്ഥലത്തേക്ക് മാറിയിട്ടുണ്ടാവും. അവരിപ്പോ പതിയിരുന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കാം. കാര്യം എനിക്ക് ഉറപ്പ് തോന്നുന്നു അവർ 3 പേരിൽ കൂടുതലുണ്ട്. അങ്ങനെയാണ് എനിക്കിപ്പോ തോന്നുന്നത്. അത് കേട്ട് എർവിൻ സ്മിത്ത് ആണെങ്കിൽ ഇപ്പൊ ആർമിനോട് പറയും, പല കാര്യങ്ങളിലും നിന്റെ സജഷനും വ്യത്യാസവും എല്ലാം തന്നെ നമ്പർ 1 ആയിരുന്നു. ഈ കാര്യത്തിലും ഇപ്പൊ ഞങ്ങൾ നിന്നെ ഡിപ്പെൻഡ് ചെയ്യുകയാണ്. എത്രയും വേഗം അവരെ കണ്ടെത്തിയേ പറ്റൂ. അവർ മറഞ്ഞിരിക്കുന്നിടത്തോളം പ്രശ്നങ്ങൾ കൂടുക മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എത്ര സോൾജേഴ്സിന് വേണമെങ്കിലും നിനക്ക് ഉപയോഗിക്കാം. അവരെവിടെയാണെന്ന് നീ കണ്ടെത്തണമെന്ന് പറയും. അതിനുശേഷം സോൾജേഴ്സിനോട് അവരോടാണെങ്കിൽ ഇപ്പൊ ആർമിനെ ഫോളോ ചെയ്ത് അവന്റെ ഓർഡേഴ്സ് അത് പ്രകാരം പ്രവർത്തിക്കാനായിട്ട് പറയും. ആർമിനാണെങ്കിൽ അത്രയും വലിയ റെസ്പോൺസിബിലിറ്റി അത് ഏറ്റെടുക്കണമെന്ന് ഓർക്കുമ്പോൾ ഭയവും ഒക്കെ കൂടി വരും. പക്ഷേ അവനിപ്പോ വേറെ വഴിയില്ല. എന്ത് വില കൊടുത്തും അദ്ദേഹത്തിന്റെ ഓർഡർ സ്വീകരിച്ച് അവരെ കണ്ടെത്തിയേ പറ്റൂ. സോൾജേഴ്സ് എല്ലാവരും ഇപ്പൊ ആർമിന്റെ അടുത്തേക്ക് വരികയാണ്. ആർമിനാണെങ്കിൽ അവരോട് പറയും, എത്രയും വേഗം നിങ്ങൾ 2 ടീമായിട്ട് അന്വേഷണം ആരംഭിക്കണം. അകം ഗേറ്റിനടുത്തായിട്ടുള്ള വീടുകളിൽ വേണം ആദ്യം നമ്മൾ അന്വേഷണം നടത്താനായിട്ട്. അവിടുന്ന് എന്തെങ്കിലും അനക്കമോ ആരെങ്കിലും കാണാനോ സാധിച്ചാൽ ഓൺ ദ സ്പോട്ട് നിങ്ങൾ സിഗ്നൽ തരണമെന്ന് പറയും. അതിനവരെല്ലാവരും ഓക്കെ പറയും. 10 നിമിഷം അവരെല്ലാവരും മതിലിന്റെ ഓരോ ഭാഗത്തേക്ക് പോവുകയാണ്. ലീവായ്ക്കാണെങ്കിൽ ടെൻഷൻ കൂടും. ഇത് വെറും ഒരു പരീക്ഷണമാണോ? അതിന് എർവിൻ സ്മിത്ത് പറയും, അല്ല, അവൻ മികച്ച ഒരു പോരാളിയാണ്. നമ്മുടെ ദുബൈ കോപ്സിന് ഒരു അസറ്റായി മാറുമെന്നാണ് ഞാൻ കരുതുന്നത്. ലീവായി ആണെങ്കിൽ അവനോട് ചോദിക്കും, ഒരു ഓപ്പൺ യുദ്ധം നടന്നാൽ അത് വലിയ കുഴപ്പമാവും. എറിനാണെങ്കിൽ ആ ഒരു വലിയ ദ്വാരം അടയ്ക്കാൻ തയ്യാറാവുകയാണ്. ഇപ്പോൾ ഒരു യുദ്ധം ഉണ്ടായാൽ അത് അവനെ അഡ്വേഴ്സ് ആയിട്ട് ബാധിക്കില്ലേ? സോ അവനെ തടയട്ടെ. അതിന് എർവിൻ സ്മിത്ത് പറയും, ഇപ്പോൾ അവനെ തടയേണ്ട ആവശ്യമില്ല. എന്തു വന്നാലും ഫേസ് ചെയ്യാം. അവനോടതിന് തയ്യാറാവാൻ പറയൂ. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആർമിനാണെങ്കിൽ എറിനെ തന്നെ നോക്കുകയാണ്. എറിനാണെങ്കിൽ ആ മതിലിന് ദ്വാരം അടയ്ക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞു. ഓനോ, അവൻ ആ ദ്വാരം അടയ്ക്കാൻ തുടങ്ങിയിട്ടും എന്തുകൊണ്ടാണ് ഇനറും ബെർണോൾഡും ബാക്കിയുള്ള ടൈറ്റൽസും നമ്മൾ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കാത്തത്? ഇവിടെ എന്താണ് നടക്കുന്നത്? നമ്മുടെ പ്രതീക്ഷകൾക്കപ്പുറമായിട്ട് അവർ പ്രവർത്തിക്കുമോ? അതോ നമ്മുടെ പ്ലാനുകളെല്ലാവരും അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവുമോ? ഇവനാണെങ്കിൽ അത്രയും കാര്യങ്ങൾ ചിന്തിച്ച് മതിലിലേക്ക് നോക്കും. അപ്പോൾ പെട്ടെന്ന് മതിലിനുള്ളിൽ ഒരു ടൈറ്റന്റെ രൂപം കാണുകയാണ്. ടൈറ്റൻസ് കൊണ്ടാണ് മതിലിനെ ക്രിയേറ്റ് ചെയ്തെന്നുള്ള കാര്യം അവൻ ഓർമ്മ വരും. ഉടനെ അവനൊരു സിഗ്നൽ കൊടുത്ത് എല്ലാവരോടും പറയും, ഇവിടെ മുഴുവൻ അന്വേഷിച്ചിട്ടും അവരെ കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ല. സോ അവരിനി ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ളത് മതിലിൻ്റെ ഉള്ളിലായിരിക്കും. അവർക്ക് ഒളിച്ചിരിക്കാൻ പാകത്തിലുള്ള മതിലിൽ ഏതെങ്കിലും ഒരു ദ്വാരമുണ്ടോ എന്ന് എത്രയും വേഗം നിങ്ങൾ നിരീക്ഷിക്കണം. അതാണ് ഇനി അന്വേഷിക്കാനുള്ള ഏക സ്ഥലം. എർവിൻ ആണെങ്കിൽ റെഡ് സിഗ്നൽ കൊടുത്ത് സോൾജേഴ്സിനെ എല്ലാം മുകളിലേക്ക് വിളിക്കുകയാണ്. അതെ, നമ്മളിപ്പോൾ ഒരു പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും ഇപ്പോൾ ആർമിൻ പറഞ്ഞ കാര്യങ്ങൾ അത് ഏറ്റെടുത്ത് ചെയ്യാനായിട്ട് പോവുകയാണ്. ഒരു കാരണവശാലും മുൻപോട്ട് വെച്ച കാല് പുറകോട്ട് നമ്മൾ വെക്കില്ല. മതിലില് ദ്വാരത്തിൽ അവർ ഒളിച്ചിരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കണമെന്ന് പറയും. അല്പസമയത്തിനുള്ളിൽ തന്നെ ഒരു സോൾജിയർ ആണെങ്കിൽ മതിലിന്റെ ഒരു ഭാഗത്ത് തട്ടി നോക്കി ഇവിടം പൊള്ളയാണെന്ന് പറയും. അവിടേക്ക് ആൾക്കാർ അടുക്കുന്നതിന് മുൻപ് തന്നെ അതിൽ നിന്ന് പുറത്തേക്ക് വന്ന റെയ്നർ ആണെങ്കിൽ അവനെ ആഞ്ഞു കുത്തിക്കൊല്ലും. അടുത്ത നിമിഷം ലീവായി അവനങ്ങനെ മുകളിലൂടെ ചാടി വന്ന് റെയ്നറിന്റെ കഴുത്തില് സ്വാഡങ്ങനെ കുത്തി ഇറക്കുകയാണ്. അവനാണെങ്കിൽ ആ കത്തി വലിച്ചൂരി വീണ്ടും റെയ്നറിന്റെ നെഞ്ചിലങ്ങനെ കുത്തി ഇറക്കുകയാണ്. അടുത്ത നിമിഷം റെയ്നർ അവനൊരു ടൈറ്റനായി മാറും. അത് കണ്ട് എർവിനാണെങ്കിൽ വിളിച്ചു പറയും, വീണ്ടും ആ മതിൽ പരിശോധിക്കുക. ശത്രുക്കൾ ഇനിയും ആ മതിലിനുള്ളിൽ പതുങ്ങിയിരിപ്പുണ്ടാവും. അത് കേട്ട് സോൾജേഴ്സ് ആണെങ്കിൽ മതിലിന്റെ നാനാഭാഗത്തേക്ക് പോവും. അടുത്ത നിമിഷം അവരെ ഞെട്ടിച്ചുകൊണ്ട് അവരുടെ പുറകിൽ നിന്ന് ഒരുപാട് ടൈറ്റൻസ് അങ്ങനെ ഉയർന്നു വരികയാണ്. ആ കൊരങ്ങൻ അബ്നോർമൽ ടൈറ്റൻ വലിയൊരു കല്ലെടുത്ത് അവർക്ക് നേരെ എറിയും. എർവിനാണെങ്കിൽ മാറി നിൽക്കാൻ പറയും. ആ കല്ലാണെങ്കിൽ മതിലിന്റെ ദ്വാരം തകർത്ത് കുതിരകൾ വെച്ചിരിക്കുന്ന ആ സ്ഥലത്തേക്ക് അങ്ങനെ വന്ന് പതിക്കുകയാണ്. എർവിൻ സ്മിത്തിനാണെങ്കിൽ കാര്യം മനസ്സിലാവും. കുതിരകൾക്ക് ഇനി അതുവഴി പോവാൻ കഴിയില്ല. അവരവിടെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ വെച്ച് നമ്മളെ കൊല്ലാനാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ ഇതിനുവേണ്ടി തന്നെയാണ് ഞാനും തിരിക്കുന്നതെന്ന് എർവിൻ സ്മിത്ത് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു.